ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം. യോഹന്നാൻ്റെ സുവിശേഷം 7-43 വചനം. അങ്ങനെ പുരുഷാരത്തിൽ യേശുവിനെ ചൊല്ലി ഭിന്നതയുണ്ടായി. അവരിൽ ചിലർ യേശുവിനെ പിടിപ്പാൻ ഭാവിച്ചുവെങ്കിലും ആരും യേശുവിൻ്റെ മേൽ കൈവച്ചില്ല. യേശുവിൻ്റെ വാക്കുകൾ പുരുഷാരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവർക്ക് യേശുവിനെക്കുറിച്ചൊരു ഏകാഭിപ്രായം ഉണ്ടായില്ല. യേശുവിനെ അവർ കാണുന്നുണ്ട്, യേശുവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ഇടയിൽ യേശുവിനെക്കുറിച്ച് വ്യത്യസ്തമായ ധാരണകളും ചിന്തകളുമാണ് നിലനിൽക്കുന്നത്. ചിലർ പറഞ്ഞു യേശു ഒരു പ്രവാചകൻ ആകുന്നു. വേറെ ചിലർ പറഞ്ഞു യേശു ക്രിസ്തു തന്നെയാണ്. മറ്റു ചിലർ ചോദിച്ചു, ഗലീലയിൽ നിന്നാണോ ക്രിസ്തു വരുന്നത്? ദാവീദിൻ്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബേത്ലഹേമിൽ നിന്നും വേണ്ടേ ക്രിസ്തു വരാൻ? അങ്ങനെ പുരുഷാരത്തിൽ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി എന്ന് പറയുന്നത്. മനുഷ്യവർഗത്തിൻ്റെ സ്വഭാവവും സത്യത്തിൻ്റെ ശക്തിയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. നാം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ഭിന്നത ഉണ്ടാകുവാനുള്ള കാരണങ്ങൾ പലതാണ്. ഒരു കുടുംബത്തിൽ തന്നെ ഭിന്നത, സമൂഹത്തിൽ ഭിന്നത, രാഷ്ട്രീയ മേഖലകളിൽ ഭിന്നത, എവിടെയും ഭിന്നത കാണാം. ഇതിന് ചില ആഴത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, ഓരോ മനുഷ്യനും വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടിയാണ് വളരുന്നത്. അവരുടെ ചിന്തകളും വിശ്വാസങ്ങളും എല്ലാം വ്യത്യസ്തമാകാം. ഒരു വിഷയത്തെക്കുറിച്ച് പോലും ആളുകൾ വ്യത്യസ്തമായി പ്രതികരിക്കുന്നത് കാണുമ്പോൾ അത് ഭിന്നതയിലേക്കാണ് വഴിയൊരുക്കുന്നത്. രണ്ടാമത്തെ കാരണം, ഞാൻ എന്ന ആ അഹംഭാവം, എൻ്റെ അഭിപ്രായം മാത്രം ശരിയാണെന്നുള്ള ചിന്ത. മറ്റുള്ളവർ പറയുന്നത് സത്യമാണെങ്കിലും അത് അംഗീകരിക്കുവാൻ തയ്യാറാകാത്ത അഹങ്കാരം, ഇത് ഭിന്നതയ്ക്ക് കാരണമാണ്. അങ്ങനെ പല കാരണങ്ങളാണ് ഭിന്നതയിലേക്ക് ഇവിടെ നടത്തുന്നത്. പുരുഷാരത്തിൽ യേശുവിനെക്കുറിച്ച് ഭിന്നതയുണ്ടായി. അപ്പോഴാണ് അവരിൽ ചിലർ യേശുവിനെ പിടിപ്പാൻ ഭാവിക്കുന്നത്. എങ്കിലും ആരും യേശുവിൻ്റെ മേൽ കൈവച്ചില്ല. ഒരു വ്യക്തി സത്യത്തിൻ്റെയും നീതിയുടെയും പക്ഷത്ത് നിൽക്കുമ്പോൾ ആ വ്യക്തിയെ എല്ലാവരും ഏകമനസ്സോടെ ഏകാഭിപ്രായത്തോടെ സ്വീകരിക്കണം. ആ വ്യക്തിക്ക് അനുകൂലമായ എല്ലാവരും ഒരുപോലെ പ്രതികരണങ്ങൾ നടത്തണം എന്നൊന്നും നിർബന്ധമില്ല എന്ന കാര്യമാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. മനുഷ്യ സമൂഹം നാം പരിശോധിക്കുമ്പോൾ ഓരോ മനുഷ്യരും സ്വഭാവത്തിൽ വ്യത്യസ്തരാണ്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണുള്ളത്. വിശ്വാസങ്ങളും ചിന്തകളും എല്ലാവരുടെയും വൈവിധ്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് സത്യത്തെപ്പോലും ആളുകൾ പല വിധത്തിൽ കാണുന്നു, വ്യാഖ്യാനിക്കുന്നു. എന്നാൽ ചിലർ മാത്രം സത്യത്തെ തിരിച്ചറിയുകയും അത് സ്വീകരിക്കുകയും ചെയ്തു. അവർക്കത് ഇരുട്ടിൽ വഴി കാണിക്കുന്ന വെളിച്ചം പോലെയാണ്. മറ്റു ചിലർക്ക് സത്യം കേൾക്കുമ്പോൾ അതവരുടെ ജീവിതത്തിനൊരു ഭീഷണിയായി തോന്നുന്നു. അവരുടെ ചിന്തകളെയും അവരുടെ രഹസ്യഭാവങ്ങളെയും ഒക്കെ അത് ചോദ്യം ചെയ്യുന്നതായി തോന്നുന്നത് കൊണ്ട് അവർ ആ സത്യത്തെ എതിർക്കുന്നു. ഭിന്നതയുടെ എല്ലാ കാരണങ്ങളും നമുക്ക് ചിന്തിപ്പാൻ സമയമില്ല. എന്നാൽ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതൊക്കെയാണ്. വചനത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം, ഭിന്നത അവരുടെ ഇടയിൽ ഉണ്ടായപ്പോൾ ചിലർ അവനെ പിടിപ്പാൻ ഭാവിച്ചുവെങ്കിലും ആരും യേശുവിൻ്റെ മേൽ കൈവച്ചില്ല എന്നാണ്. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവൻ, സത്യം സംസാരിക്കുന്നവൻ, അവൻ എപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയാൽ സൂക്ഷിക്കപ്പെട്ടവനാകും. മനുഷ്യൻ സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും എത്രയെല്ലാം പദ്ധതികൾ ആസൂത്രണം ചെയ്താലും ദൈവത്തിൻ്റെ സമയം വരാതെ, ദൈവത്തിൻ്റെ അനുവാദം ഇല്ലാതെ ആ വ്യക്തിക്കൊന്നും സംഭവിക്കുകയില്ല. ഇതാണ് സത്യത്തെ സംരക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്ന് നാം മനസ്സിലാക്കണം.
നാം ചിന്തിക്കുക, നാം സത്യത്തിൻ്റെ വഴിയിൽ നിന്നാൽ, യേശുവിൻ്റെ പക്ഷത്ത് നിന്നാൽ നാം ഒറ്റയ്ക്കല്ല. നമുക്ക് ചുറ്റും എതിർപ്പുകൾ വന്നേക്കാം, വിമർശനങ്ങൾ ഉണ്ടായേക്കാം. നാം പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരുപോലെ സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ലായിരിക്കാം. നാം പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് വ്യത്യസ്തമായ വീക്ഷണങ്ങളായിരിക്കാം ഉണ്ടാവുക. അവരുടെ ഇടയിൽ പോലും ഒരു ഭിന്നത ഈ കാര്യത്തിൽ ഉണ്ടായേക്കാം. എന്നാൽ അത് സത്യം പറയുന്നവൻ്റെ പരാജയമല്ല, തോൽവിയല്ല. അതിൽ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. കാരണം സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവർ അവരെ കരുതുന്നതും സംരക്ഷിക്കുന്നതും സൂക്ഷിക്കുന്നതും എല്ലാം മഹാദൈവമാണ്. ഇത് നാം പ്രത്യേകം മനസ്സിലാക്കണം. എവിടെയെല്ലാം ഭിന്നതകൾ വന്നാലും സത്യത്തിനൊപ്പം നിൽക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. എതിർപ്പുകൾ നമ്മെ തളർത്താതിരിക്കാൻ ശ്രദ്ധിക്കണം. സത്യത്തിൻ്റെ വഴിയിൽ നിൽക്കുന്നവർക്ക്, വ്യതിചലിച്ചു പോകാത്തവർക്ക് വിജയം ഉറപ്പാണ്. ദൈവം അവരെ സംരക്ഷിക്കും. യേശുവിനെ ആരും പിടിച്ചില്ല എന്ന് നാം കാണുന്നു. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായി സ്തോത്രം. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ പല അഭിപ്രായങ്ങളും പല വീക്ഷണങ്ങളും ഉണ്ടാകുമെങ്കിലും അതിലൊന്നും പതറിപ്പോകാതെ പറയുന്ന വാക്കുകൾ എല്ലാവരും ഏകമനസ്സോടെ സ്വീകരിപ്പാൻ താല്പര്യപ്പെടാതിരിക്കുമ്പോഴും ദൈവിക സംരക്ഷണം ഉണ്ടെന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും കൃപ നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ.